സുഹ്റാ മംദാനി കുറച്ചു കാലം മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ ഏറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. ന്യൂയോർക്ക് മേയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ വിജയം, അതിനുശേഷവും അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജിംസ്, സുഹ്റാ മംദാനിയുടെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള ധൈര്യമുണ്ട് തനിക്ക് എന്നതിന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നെതന്യാഹു കേരളത്തിൽ വരുവാണെന്ന് കരുതുക, വി.ഡി. സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ പറയാണ് നെതന്യാഹു കേരളത്തിലെത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആളുകൾ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക? അത്ര പോലും വാല്യൂ ഇല്ലാത്തൊരു പ്രസ്താവനയാണത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഈ ICC എന്ന് പറയുന്ന അതിൻ്റെ തലസ്ഥാനം നെതർലാൻഡ്സിലെ ഹേഗാണ്. ഈ 1998 ഒരു റോം സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. അതുപ്രകാരമാണ് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് സ്ഥാപിതമായിട്ടുള്ളത്. ആ ICC സ്റ്റാറ്റ്യൂട്ട് അമേരിക്ക ഒപ്പുവെച്ചിട്ടില്ല. അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ട്, പക്ഷേ റാറ്റിഫൈ ചെയ്തിട്ടില്ല. റാറ്റിഫൈ ചെയ്യാതിരിക്കാൻ കാരണം 2000-ലാണ് അത് റാറ്റിഫൈ ചെയ്യേണ്ടിയിരുന്നത്. 2002 ആകുമ്പോഴത്തേക്കും അന്ന് ബിൽ ക്ലിൻ്റനാണ് അത് ഒപ്പുവെച്ചത്. ജോർജ് ബുഷ് അപ്പോഴത്തേക്ക് അധികാരത്തിൽ വന്നു 2000 തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം പിന്നെ ഇറാഖിനും അഫ്ഗാനിസ്ഥാനും എതിരെയുള്ള യുദ്ധമൊക്കെ നമുക്കറിയാം. ഇറാഖ് അഫ്ഗാൻ ഇൻവേഷൻ നടക്കാൻ പോകണം. അത് ഡീറാറ്റിഫൈ ചെയ്തു, ഡീസൈൻ ചെയ്തു ജോർജ് ബുഷ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വലിയ 2 അധിനിവേശം നടത്താൻ പോവാണ്. ആ അധിനിവേശം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അധിനിവേശം നടത്തുന്ന പട്ടാളക്കാർക്കെതിരെയോ അല്ലെങ്കിൽ പട്ടാളത്തെ നയിക്കുന്നവർക്കെതിരെയൊക്കെ ഇത്തരം കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ICCയുടെ ഒരു അറസ്റ്റ് വാറണ്ടും അമേരിക്കയിൽ ബാധകമല്ല. അമേരിക്കയിൽ ബാധകമല്ലാത്തൊരു അറസ്റ്റ് വാറണ്ട് വെച്ച് എങ്ങനെയാണ് സുഹ്റാ മംദാനിയുടെ ന്യൂയോർക്ക് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക? അത് സാധിക്കില്ല, ഇമ്പോസിബിളാണത്. ഇനി സുഹ്റാ മംദാനി തന്നെ സ്വയം തീരുമാനമെടുത്ത് ന്യൂയോർക്ക് പോലീസിനെ കൊണ്ട് അത് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും ഫെഡറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ആർക്ക്? നെതന്യാഹുവിന്. കാരണം അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് മിഷനായിട്ടാണല്ലോ വരുന്നത്. അദ്ദേഹം വരുന്നത് UN അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. മറ്റൊന്ന് അമേരിക്കയുടെ ഒരു അതിഥി കൂടിയാണ്. അപ്പോൾ അങ്ങനെ UN അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടി വരുന്ന വിദേശ തലവന്മാരെ ഇമ്മ്യൂണിറ്റി നൽകുന്ന നിരവധി നിയമങ്ങൾ അമേരിക്കയിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മേയർക്ക് അല്ലെങ്കിൽ ന്യൂയോർക്ക് മേയർക്ക് ഒരു പൗരനെ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ ഉള്ള സാങ്കേതികമായി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ന്യൂയോർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് കോർപ്പറേഷന് കീഴിൽ, ആ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ മേയർക്ക് അതിൻ്റെ അധികാരമൊക്കെ ഉണ്ട്, NYPD. അപ്പോൾ അത് പറയാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് രാഷ്ട്രതലവനാണ്. ഒന്ന് അമേരിക്കയിൽ ബാധകമല്ലാത്തൊരു നിയമത്തിൻ്റെ പേരിൽ പുറപ്പെടുവിച്ചൊരു അറസ്റ്റ് വാറണ്ട് അമേരിക്കയിൽ ബാധകമല്ല. അത് പല രീതിയിൽ അത് നടക്കില്ല, ഇമ്പോസിബിളാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ICC അറസ്റ്റ് വാറണ്ട് എന്ന് പറയുന്നത് അതിലിപ്പോൾ അമേരിക്ക റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും രാജ്യം കൊടുക്കുന്ന പരാതിയിൽ അങ്ങനെ ഒരു കേസുണ്ടായി, ഒരു അമേരിക്കക്കാരൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചെന്നിരിക്കട്ടെ. ഒരു അമേരിക്കക്കാരൻ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തു, അമേരിക്കൻ പട്ടാള മേധാവിയോ പട്ടാള ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ആരെങ്കിലും അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ICC ഇരിക്കുന്ന സ്ഥലം ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ആ ഹേഗ് ഇൻവേഡ് ചെയ്യാനുള്ളൊരു നിയമം അമേരിക്കയിൽ ജോർജ് ബുഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ല അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോയിട്ട് അമേരിക്കൻ പട്ടാളം പോയി വേണമെങ്കിൽ ഹേഗ് ഇൻവേഡ് ചെയ്യാം. അങ്ങനൊരു നിയമമുണ്ട്. അത് ഹേഗ് ആക്ട് എന്നാണ്, ഹേഗ് ഇൻവേഷൻ ആക്ട് എന്നാണ് അതിൻ്റെ നിക്നെയിം. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയധികം നെതന്യാഹുവിന് നിർഭയമായി ന്യൂയോർക്കിൽ വന്നിറങ്ങാം, UNGC പങ്കെടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ സുഹ്റാ മംദാനിയുടെ പ്രസ്താവനയുടെ കാര്യം അത് പൊളിറ്റിക്കലാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ ഇത്തരം റെട്ടറിക്സ് അദ്ദേഹം നടത്തിയിരുന്നു. അതിനവിടെ പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ അതിന് ആളുകളുണ്ട്, അതിനെ പിന്താങ്ങുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ന്യൂയോർക്ക് സിറ്റി കുറേ കൂടി ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുള്ളൊരു നഗരമാണ്. യങ്സ്റ്റേഴ്സ്, അതുപോലെ കുറേ കൂടി പുരോഗമന ചിന്തയുള്ള ആളുകൾ, ഇടതുപക്ഷക്കാർ, ഇവർക്ക് മുൻതൂക്കമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അത് വലിയ തോതിൽ എന്ത് ചെയ്യും, സ്വീകരിക്കപ്പെടും. മറ്റൊന്ന്, വലിയ ജൂ കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണ് ന്യൂയോർക്ക്. ആ ജൂ കമ്മ്യൂണിറ്റിയിൽ തന്നെ ജൂ കമ്മ്യൂണിറ്റിക്കകത്ത് നെതന്യാഹുവിനേക്കാൾ കൂടുതൽ പിന്തുണ സുഹ്റാ മംദാനിക്കുണ്ട്. നമ്മൾ അദ്ദേഹം മേയറായി തിരഞ്ഞെടുത്തതിന് ശേഷം ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായ റിയാക്ഷൻ നമ്മൾ കണ്ടാണ്. അപ്പോൾ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവരേക്കാൾ കൂടുതൽ ജൂസ് മംദാനിയെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ പ്രസ്താവനയോട് ഒരു തണുപ്പ സമീപനമാണ് ജ്യൂസിൽ നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഇത് അനാവശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അനാവശ്യമായ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല എന്നിരിക്കെ അങ്ങനെ ഒരു അനാവശ്യമായ പ്രസ്താവന നടത്തി ഒരു ജൂ ഹേറ്റിലേക്ക് വഴിവെക്കും എന്നവർ ആശങ്കിക്കുന്നുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യൂയോർക്ക് നഗരത്തെ സംബന്ധിച്ച് മംദാനി അധികാരമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ വാടക, തൊഴിൽ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, ജീവിത പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കാൻ മംദാനിക്ക് പറ്റിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് പറ്റാതിരിക്കെ ഇത്തരം പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് തടി തപ്പാനാണ് സോറാൻ മംദാനിയുടെ ശ്രമം എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ട്. കാരണം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ എൻ്റെ ഒരു നിയമവശങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല, അമേരിക്കയിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നെതന്യാഹുവിനും ഇസ്രായേലിനും ന്യൂയോർക്കിൽ മാത്രമല്ല അമേരിക്കയിൽ പൊതുവെ സ്വീകാര്യത കുറഞ്ഞു വരുന്ന സമയം കൂടിയാണ്. ആ ഒരു സമയം കൂടി മുതലെടുക്കുകയാണ് സോറാൻ മംദാനി ചെയ്യുന്നത്. കാരണം അമേരിക്കനിലെ വ്യത്യസ്ത സർവേകൾ പ്രകാരം അമേരിക്കയിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും ഇസ്രായേൽ അമേരിക്ക ഒരു ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടേതല്ലാത്ത യുദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്നു, വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് അവരെ സഹായിക്കുന്നു, അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, സൈനിക സഹായം കൊടുക്കുന്നു. ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു അതിശക്തമായ പൊതുജനാഭിപ്രായം അവിടെ രൂപം കൊണ്ടുവരുന്നുണ്ട്. അതിനെ കുറേ കൂടി ആളിക്കത്തിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഡെമോക്രാറ്റുകളിൽ നിന്ന് അങ്ങനെ എതിർപ്പ് വന്നിട്ടില്ല, ഈ ഒരു പ്രസ്താവനയുടെ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താൻ സോറാൻ മംദാനി കഴിയുമെന്നല്ലാതെ ഇതിന് നാളെ നെതന്യാഹു അവിടെ ചെന്നിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കാനേ കഴിയില്ല. പക്ഷേ അത് സോറാൻ മംദാനിയുടെ പൊളിറ്റിക്കൽ കമൻറ്റുകൾക്കൊക്കെ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്, അതായത് നിലപാടുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അവിടെ വലിയൊരു ജൂത കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള സ്ഥലത്ത് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുമ്പോൾ അത് വെറും ഒരു വിടുവായത്തമായിട്ടായിരിക്കുമോ ജനങ്ങൾ കാണുക എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പം ഒന്നാമത് അമേരിക്ക ഒപ്പുവെക്കാത്ത, നിയമപരമായി അമേരിക്ക ബന്ധിതമല്ലാത്ത ഒരു ICC അതിൻ്റെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക ഈസ് നോട്ട് പോസിബിൾ. രണ്ടാമത്തെ കാര്യം, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയിൽ വന്നിറങ്ങുന്ന ഒരാളെ ഒരു മേയർക്ക് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യൽ ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നതിൻ്റെ കാരണം അദ്ദേഹത്തെ മേയറാക്കിയ രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തെ മേയറാക്കിയ ഒരു വലിയ പിന്തുണാ സമൂഹമുണ്ട്. അവരെ വീണ്ടും വീണ്ടും ആവേശഭരിതമാക്കുക, അല്ലെങ്കിൽ ആ പൊളിറ്റിക്സിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കണം. സ്ട്രോങ് മെസ്സേജ് അദ്ദേഹം ന്യൂയോർക്കിലെ മനുഷ്യർക്കും കൊടുക്കുകയാണ്, വോട്ടേഴ്സിനും കൊടുക്കുകയാണ്, അദ്ദേഹം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും കൊടുക്കുകയാണ്. അതാണ് ചെയ്യുന്ന കാര്യം. അതായത് ഇദ്ദേഹം ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് ലോകത്ത് നൂറുകണക്കിന് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ICC കോടതി ഇദ്ദേഹത്തെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാൾ സർവ്വസ്വീകാര്യനല്ല, ഇയാളെ വന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യനോട് നമ്മൾ യോജിക്കുന്നില്ല, രാഷ്ട്രീയമായി യോജിക്കുന്നില്ല, അയാളെ നമ്മൾ നമ്മുടെ അതിഥിയായി പോലും കാണുന്നില്ല, അയാൾ ഒരു കുറ്റവാളിയാണെന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അറസ്റ്റ് ചെയ്യാന്നുള്ള സാങ്കേതികത്വം നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. ഹീസ് എ ക്രിമിനൽ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ എന്തായാലും നമ്മുടെ ഭരണകൂടം തയ്യാറാവില്ല, നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ നോക്കുകയാണ് എന്ന് പറയുന്നതിലൂടെ അയാൾ ഒരു ക്രിമിനലാണ് അവിടെ വന്നിറങ്ങുന്നത്. അയാൾ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റിന് അർഹതയുള്ള ഒരാളാണ് അയാൾ ലോകത്ത് എവിടെ പോയാലും എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട കാര്യം, കോൺഫിഡൻസ് ലെവൽ അത്രയുമുണ്ട്. കാരണം ഇപ്പോഴും നേരത്തെ അജിംസ് പറഞ്ഞ പോലെ, അതായത് ഇപ്പോഴും അമേരിക്കയിലെ ന്യൂയോർക്കിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആൻറ്റി ഇസ്രായേൽ, ആൻറ്റി നെതന്യാഹു മൂഡിലാണ് ഉള്ളത് എന്നുള്ള പൾസ് വെച്ചിട്ടാണല്ലോ അയാൾ പറയുന്നത്. ഇനി അത് മാറിയെന്ന് കരുതുക, കുറച്ചുകൂടെയൊക്കെ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വികാരമുള്ളതെങ്കിൽ അതാണ്, അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയില്ല. അയാൾക്കത് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഒന്നാമത് ന്യൂയോർക്കിൽ മാത്രമല്ല, ന്യൂയോർക്കിന് പുറത്തും അമേരിക്കയിൽ ആകമാനം ഇസ്രായേൽ വിരുദ്ധ, നെതന്യാഹു വിരുദ്ധ മൂഡുണ്ട്. അത് ഡെമോക്രാറ്റുകളെ വ്യാപകമാം വിധം സഹായിക്കാൻ തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെ പരമാവധി അത് കത്തിക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം അനാവശ്യമായ യുദ്ധമാണ് എന്ന് ആരൊക്കെ പറയുന്നു? ഡെമോക്രാറ്റുകൾ മാത്രം പറയല്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ വിമർശകർ മാത്രം പറയല്ല, ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ പറയാണ്, നമ്മൾ വേണ്ടാത്തൊരു യുദ്ധത്തിൽ പോയി പെട്ടിരിക്കുകയാണ്, നമ്മൾ ഈ യുദ്ധം ചെയ്യാൻ പാടില്ലാത്തവരാണ്, നമുക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് സ്ട്രാറ്റജിക്കലി ഒരിക്കലും ശരിയല്ല. ഒരു പോഡ്കാസ്റ്റിൽ തുറന്നു പറയാണ്. എന്നിട്ട് ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്ന ചില ആൾക്കാർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരോട് ഗോ ടു ദ ഹെൽ, നരകത്തിൽ പോകും എന്നാണ് ഞാൻ പറയുക എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ അത് അമേരിക്കൻ ജനതയുടെ പൊതുവികാരമാണ്. പക്ഷേ ആ പൊതുവികാരത്തിനപ്പുറം പോയിട്ട് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേന്നും എല്ലാം അമേരിക്ക ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ ഏതോ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ, അമേരിക്കൻ പൊതുസമൂഹത്തിൻ്റെ, അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ അമേരിക്ക ഇപ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. അപ്പോൾ അത് പൊതുവികാരമാണ്. അതുകൊണ്ടാണ് JD വാൻസ് പോലും അത് പറയാൻ നിർബന്ധനാവുന്നത്. പക്ഷേ അതല്ല നടക്കുന്ന വേറൊരു കാര്യമാണ്. സോ അതാണ് ഈ ലോബിയിങ്ങിൻ്റെ പവർ. ആ ലോബിയിങ് പവറിനെ കൂടി മംദാനി വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അമേരിക്കയിലെ, ഇപ്പം JD വാൻസ് പറയുന്നുണ്ട്,
ഇസ്രായേലിൻ്റെ യുദ്ധ താല്പര്യങ്ങൾക്ക് അനുകൂലമായി അമേരിക്കൻ സൈക്കിനെ മാറ്റിയെടുക്കാൻ, അത് പൊതുജന വികാരത്തെ മാറ്റിയെടുക്കാൻ വലിയ തോതിലുള്ള പ്രയത്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അത്തരമൊരു പ്രയത്നം ഇസ്രായേൽ ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ട് അമേരിക്കക്കകത്ത് ജനങ്ങൾക്കിടയിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് മംദാനി, അതായത് ഇത് നിങ്ങൾ കണ്ട കാര്യം, അതായത് ഇസ്രായേൽ ലോബി ഇപ്പുറത്ത്, അപ്പുറത്ത് മംദാനി. മംദാനി പറയുകയാണ് നിങ്ങളുടെ നേതാവ് വന്നിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യും, വി ആർ എഗൻസ്റ്റ് യു, നിങ്ങളുടെ ക്രൈമിന് ഞങ്ങളെതിരാണ്. അപ്പുറത്ത് അവർ നെതന്യാഹുവിന് അനുകൂലമായിട്ടൊരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു ഓപ്പൺ ഫൈറ്റ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള ഓപ്പൺ ഫൈറ്റ് ആർക്കും പ്രഖ്യാപിക്കാൻ പറ്റില്ല, ട്രംപിന് പറ്റത്തില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ ഭരണകൂടത്തിലെ മറ്റാർക്കും കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ നോക്കുക. ഇസ്രായേൽ ഒന്നാകെ അമേരിക്കയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനകത്തേക്ക് അദ്ദേഹം പുതിയൊരു കൊടി എടുത്ത് കുത്തുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എതിരാണ്. അതിനാണ് കയ്യടി കിട്ടാൻ പോകുന്നത്. മറ്റേ ലോബിയിങ് സക്സസ് ആവാൻ പോകുന്നില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ്. അത് ചെറിയ കോൺഫിഡൻസ് അല്ലാന്ന് ഞാൻ പറയാം. കാരണം അമേരിക്കയിലെ ജൂ കമ്മ്യൂണിറ്റിയിലടക്കം, ഇസ്രായേലിനകത്ത് തന്നെ, നമ്മളിപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിലെ മുഴുവൻ മനുഷ്യരും ഇപ്പോൾ ഗസയിൽ നടത്തുന്ന ഇൻവേഷന് അനുകൂലമല്ല, ഇസ്രായേലിലെ മുഴുവൻ മനുഷ്യരും ഇറാനിൽ നടത്തുന്ന ഇൻവേഷന് ആക്രമണങ്ങൾക്ക് അനുകൂലമല്ല. കാരണം ഇറാനിൽ നടത്തിയ ആക്രമണം ഗസയിൽ നടത്തിയ ആക്രമണത്തെക്കാൾ കൂടുതൽ പരിക്ക് ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൽ പലയിടത്തും വന്ന് ബോംബ് വീഴുകയാണ്, ആളുകൾ പഴയതുപോലെ ഇസ്രായേലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഖ്യാതി നഷ്ടപ്പെടുന്നു, മനുഷ്യന്മാർ കൂടുതൽ സമയവും ബങ്കറുകൾ താമസിക്കാൻ നിർബന്ധരാകുന്നു. അനാവശ്യമായ ഒരു ഇൻസെക്യൂരിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പരാജയപ്പെട്ട നേതാവാണ് ഈ നെതന്യാഹു എന്ന പ്രശ്നം ഇസ്രായേലിനകത്തുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിലെ ജ്യൂസ് എല്ലാവരും, ഇസ്രായേലിലെ പുറത്തുള്ള ജ്യൂസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും നെതന്യാഹു അനുഭാവികളല്ല, യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുമല്ല. ഓക്കെ, നമ്മളിപ്പോൾ അർജന്റീനയെ കുറിച്ച് പറയുമല്ലോ. അർജന്റീന എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും ആ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾക്കെതിരായിട്ട് പ്രകടനം നടത്തുന്ന ആൾക്കാർ എവിടെയുണ്ട്? അർജന്റീനയിലുണ്ട്. അമേരിക്ക യുദ്ധം നടത്തുമ്പോൾ അമേരിക്കയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നതുപോലെ ഈ ജൂ കമ്മ്യൂണിറ്റി ന്യൂയോർക്കിലുണ്ട് എങ്കിൽ കൂടിയും അന്നും ഇസ്രായേലിൻ്റെ യുദ്ധത്തിനെതിരെ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടും നെതന്യാഹുവിനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടും ജൂ കമ്മ്യൂണിറ്റിയിൽ നടക്കും വോട്ട് നൽകിക്കൊണ്ടാണ് മംദാനി ജയിക്കുന്നത്. അന്ന് ട്രംപ് എന്തെല്ലാം തരത്തിലുള്ള എക്സസീവായിട്ടുള്ള പണികൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, പക്ഷേ വിജയിച്ചില്ലല്ലോ. സോ ഞാൻ പറഞ്ഞ ഇപ്പോഴും അമേരിക്കയ്ക്കകത്തുള്ള നിലനിൽക്കുന്ന ഇസ്രായേൽ വിരുദ്ധ ജനവികാരത്തെ കൺമുന്നിൽ കണ്ടും അനുഭവിച്ചും അതിൻ്റെ കോൺഫിഡൻസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. ആ പറയുന്നതിനെ ഇയാളെന്ന് മണ്ടത്തരമാണ് പറയുന്നതെന്ന് കാണുന്നതിനേക്കാൾ ഉപരി ഇയാൾക്കൊരു പൊസിഷൻ ഉണ്ടല്ലോ എന്ന നിലയ്ക്ക് അയാളെ വാല്യൂ ചെയ്യും, അത് പൊളിറ്റിക്കലി ഗുണം ചെയ്യും, അത് രാജ്യവ്യാപകമായി ഗുണം ചെയ്യുന്നുള്ള ഒരു പ്ലാനിലാണ് എനിക്ക് തോന്നുന്നു മംദാനി വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, നടക്കുന്ന കാര്യമല്ല, നിയമപരമായി സാങ്കേതികമായി പോസിബിൾ അല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ക്രിമിനൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നമ്മളെക്കൊണ്ട് പറ്റുമോ എന്ന് നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞതിലൊരു സന്ദേശമുണ്ട്.